മനസ്സിലൊരാളോടൊരു ഇഷ്ടം തോന്നി. അതോ അതിലും വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചു. സത്യത്തിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങയോടുള്ള ഭക്തിയോടുകൂടി ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് പോയാലോ എന്ന് ആലോചിക്കാം. അങ്ങനെയാകുമ്പോ എന്നെ പതുക്കെ പതുക്കെ എല്ലാരും മറന്നോളും. വരണം, മറക്കും. ഹലോ മാഡം. ഇതെന്താ കുട്ടി, ശബ്ദത്തിനൊരു സങ്കടം പോലെ? ഇല്ലല്ലോ. എന്നോടാണോ പറയുന്നത്? കരയായിരുന്നോ? അല്ല, ഞാൻ പൂജാമുറിയിലായിരുന്നു. ഈ നേരത്തെ പൂജാമുറിയിൽ എന്താ? സംസാരിക്കുന്നത് ഭഗവാനോടാവുമ്പോ ഒന്നും മിണ്ടാതെ ഭഗവാൻ കേട്ടോളൂ. ഞാനൊരു സംശയം ചോദിക്കായിരുന്നു. എന്നിട്ട് ഭഗവാൻ എന്ത് പറഞ്ഞു? കൃഷ്ണനല്ലേ, നമ്മുടെ ടെൻഷനൊക്കെ കണ്ട പുള്ളിക്കാരനത് ആസ്വദിക്കും. ശരി, ഒരു കാര്യം ചെയ്യാം. സംശയം എന്താന്ന് വെച്ചാ അത് എന്നോട് ചോദിക്കാം. എന്ന് ചോദിക്കട്ടെ? ചോദിക്കാം. ഞാനേ ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് പോയാലോ എന്ന് ആലോചിക്കാം. എന്തിന്? ആശ്രമത്തിലേക്ക് പോകുന്ന എന്തിനാ? ജീവിതത്തിലെ മോഹങ്ങളൊക്കെ അവസാനിപ്പിച്ച് സന്യാസ ജീവിതം നയിക്കാൻ തന്നെ. എനിക്ക് അങ്ങനെയുള്ള ജീവിതമാണ് വിധിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു മാഡം. ഒരു കണക്കിന് അത് തന്നെ നല്ലതും. പിന്നെ അങ്ങനൊരു തീരുമാനമൊന്നും മോളെടുക്കേണ്ട കാര്യമില്ല. ഒരു ആശ്രമത്തിലും പോകേണ്ട കാര്യവുമില്ല. മോളുടെ കൂടെ കൃഷ്ണൻ എപ്പോഴും ഉണ്ട്. ഭക്തിയും നന്മയും തികഞ്ഞൊരു ജീവിതം നയിക്കുന്നതിൽ ആശ്രമത്തിൽ പോകണമെന്നൊന്നുമില്ല. മോൾ ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. അല്ല മാഡം, കാലം നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന എന്തൊക്കെയാന്ന് നിനക്കറിയില്ല കുട്ടി. മാഡത്തിനറിയോ? എനിക്കറിയാം, എനിക്ക് നന്നായിട്ടറിയാം. അല്ല, ഇപ്പൊ നിന്നെ വിളിച്ചത് എന്തിനാന്നറിയോ? ഇല്ല. നാളെ കുറച്ച് നേരത്തെ സ്കൂളിലെത്തണം. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താ മാഡം? അതൊക്കെ വന്നിട്ട് പറയാം. ഇനി ആശ്രമചിന്ത ഒന്നും വേണ്ട, കേട്ടല്ലോ? കേട്ടു. അപ്പോ നാളെ നേരത്തെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാഡം.